സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബീന ചേരുകയാണ്. ബീന, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഹലോ. കേൾക്കാം ബീന, പറഞ്ഞോളൂ. എന്റെ മോളുടെ മോന് 2 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഈ നടുവിന്റെ മൂല തീരണ ഭാഗത്ത് ഒരു സൂചി പോയിന്റ് പോലെ ഒരു ഓട്ട. ഓക്കെ. അത് ഉണ്ടായപ്പോ തന്നെ നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് കുഞ്ഞിലായിരിക്കുമ്പോ. ഓക്കെ. അന്നേരം പിന്നെ അന്നൊന്നും എല്ലാ പിള്ളേർക്കും ഉണ്ടാവും വിചാരിച്ചങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇപ്പൊ ഇങ്ങനെ അത് ഇങ്ങനെ തൂർന്നു പോയിട്ടില്ല. ഓക്കെ. അതിൽ നിന്ന് എന്തെങ്കിലും വെള്ളം മാറിയോ ബ്ലഡ് മാറിയോ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. കുട്ടിക്ക് 2 വയസ്സായി എന്നല്ലേ പറഞ്ഞത്? അതെ. നടക്കാനൊക്കെ തുടങ്ങിയില്ലേ? നടക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഒരു പ്രീസാക്രൽ സൈനസ് എന്നാണ് ഇതിന് പറയാ. അതിന് വേറെ സിംറ്റംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വേറെ വെള്ളം മാറി വരിക അല്ലെങ്കിൽ കുട്ടി കാലിന് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഭാവിയിൽ പേടിക്കാനൊന്നുമില്ല. ഒന്നുമില്ല. എസ് ബീനയാണ് വിളിച്ചത്, സുൽത്താൻ ബത്തേരിയിൽ നിന്നും. ഡോക്ടർ, ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് സ്ക്രീനിങ് എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലാണ്? നമ്മളൊരു കുട്ടി ജനിക്കുക അല്ലെങ്കിൽ ആ ഒരു ജനനം എന്ന് പറഞ്ഞ സമയത്തിന് നമ്മളൊരു അമ്മയുടെ അകത്തിരിക്കുന്ന കുട്ടി പുറത്തോട്ട് വരുന്ന ഒരു ഇതാണ്. അപ്പം ഒരു ഫീറ്റസ് എന്നാണ് നമ്മൾ അകത്തിരിക്കുന്ന കുട്ടീനെ പറയുക. പുറത്ത് വരുമ്പോൾ അതിന് നമ്മൾ ന്യൂ ബോൺ എന്ന് പറയും. ഈ ഒരു ട്രാൻസിഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പറയും കുട്ടി ജനിച്ച ഉടനെ കരഞ്ഞോ, എല്ലാവരും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ജനിച്ച ഉടനെ. ആ ഒരു ക്രൈ എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ ബ്രീത്ത് ചെയ്തോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. അപ്പം അകത്തിരിക്കുന്ന സമയത്ത് കുട്ടിയുടെ പല ഓർഗൻസും വർക്ക് ചെയ്യുന്നില്ല. ചില ഓർഗൻസ് ഹാഫ് വർക്കിംഗ് ആണ്, ചില ഓർഗൻസ് ഡിഫറെൻറ്റ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എല്ലാം മദർസിൻ്റെ സൈഡിൽ നിന്നാണ് സപ്ലൈ, പ്ലാസിൻ്റെ വഴി സപ്ലൈ ആണ്. പുറത്ത് വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഇനി ഒറ്റയ്ക്ക് ചെയ്യണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടിയുടെ ലങ്സ് ശ്വാസകോശം ഇത് തീരെ വർക്ക് ചെയ്യാതെ വെള്ളം നിറഞ്ഞിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അകത്തിരിക്കുമ്പോൾ ഉണ്ടാവുക. പുറത്ത് വരുന്ന സമയത്താണ് ബേബി കരയുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം എല്ലാം വലിഞ്ഞു പോയി എയർ നിറഞ്ഞ് ബേബി നോർമലി ക്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കണം. അപ്പോൾ പിന്നെ ഈ ഒരു അകത്തിരിക്കുന്ന സമയത്ത് നമ്മൾ പല സ്കാനുകൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കോണമെന്നില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള അപ്പോൾ ജനിച്ച ഉടനെ ബേബിനെ ഒരു കംപ്ലീറ്റ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ സ്ക്രീനിങ് ആണ്. അപ്പം അവരെ എല്ലാ പുറത്തുള്ള കൈ, കാല്, ചെവി, കണ്ണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഇല്ലേ, നമ്മളിപ്പം എല്ലാ പുറത്തോട്ട് കാണുന്ന എല്ലാ അവയവങ്ങളും സ്ക്രീൻ ചെയ്യാം. പിന്നെ നമ്മൾ ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് അകത്തുള്ള അവയവങ്ങൾ സ്ക്രീൻ ചെയ്യണതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം ഹാർട്ടിൻ്റെ ബീറ്റ്സ് നോക്കാം, ലങ്സിൽ എയർ കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുകളിലോട്ട് പിന്നെ ലങ്സ് നോർമലി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാവുക. ബേബി നോർമലി ബ്രീത്ത് ചെയ്ത് ശ്വാസം മുട്ടലൊന്നും ഇല്ലാതിരിക്കുന്നു, റെഡായിട്ട് വരുന്നു, പിങ്ക് ആയിട്ട് വരുന്നു. എനിക്ക് സമയത്ത് കുറച്ച് ബ്ലൂ ആയിരിക്കും ബേബി, അത് കഴിഞ്ഞ് പിങ്ക് ആയിട്ട് വരുന്നു, റെഡായിട്ട് വരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുട്ടിയാണ് നോർമലായിട്ട് ഇരിക്കുന്നത്. എന്നിരുന്നാലും സെക്കൻഡ് ഡേയും നമ്മൾ ഇതേപോലെ ഒരു കംപ്ലീറ്റ് അസസ്മെൻറ്റും ന്യൂ ബോൺ അസസ്മെൻറ്റ് എന്നാണ് നമ്മളതിന് പറയുക. ന്യൂ ബോൺസിനെ അസസ് ചെയ്ത് എല്ലാ ഓർഗൻസും വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ പറയും 24 മണിക്കൂറിനകത്ത് ബേബി മഷി ഇറക്കുന്ന സ്റ്റൂൾസ് പാസ് ചെയ്യണം. 48 മണിക്കൂർ ആകുമ്പോഴേക്കും കുട്ടി യൂറിൻ പാസ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കുന്നത് ബേബിയുടെ ഗട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. പിന്നെ പാൽ കുടിച്ച് തുടങ്ങും. ജനിക്കുന്ന സമയത്ത് തന്നെ പാൽ കുടിച്ച് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനകത്ത് തന്നെ പാൽ കുടിച്ച് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഓരോ അവയവങ്ങളും നമ്മൾ നോർമലി ഒരു ഫസ്റ്റ് ഒരു 48 hours കുട്ടി ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്തിന് നമ്മൾ 2-3 വിസിറ്റിൽ അവരെ നോക്കി ഇതാക്കിയിട്ടാണ്. പക്ഷേ എന്നിരുന്നാലും പല ഓർഗൻസും പ്രത്യേകിച്ച് ഹൃദയം ഇതിന് കംപ്ലീറ്റ്ലി ഇപ്പോൾ അകത്തിരിക്കുന്ന സമയത്ത് 4 ചേമ്പർ ഉണ്ടെങ്കിൽ 2 ചേമ്പർ വർക്കിംഗ് അല്ല, പുറത്ത് വരുമ്പോഴാണ് ഈ 4 ചേമ്പർ വർക്കിംഗ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷനൊക്കെ മാറി വരണമെങ്കിൽ ചിലപ്പോൾ ഒരു 2 weeks ഒക്കെ എടുക്കും. അപ്പോൾ നമ്മൾ എഗെയിൻ ഇവർ 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞാലും 2 ആഴ്ച 3 ആഴ്ച സമയത്ത് രണ്ടാമതൊന്ന് വിളിച്ചിട്ട് അവർ രണ്ടാമതൊന്ന് അസസ് ചെയ്യും. ഇത് നമ്മൾ ജനറലി ഡോക്ടർ ഡയറക്റ്റ്ലി അസസ് ചെയ്യുന്ന കാര്യം. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ എല്ലാ കുട്ടികൾക്കും തൈറോയിഡിൻ്റെ ടെസ്റ്റ്, തൈറോയിഡ് ഒരു ബുദ്ധിമാന്ദ്യം ഉണ്ടാക്കാവുന്ന അസുഖമാണ് തൈറോയിഡ് കുറവുണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈസിയായി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് എല്ലാ കുട്ടികൾക്കും എല്ലാ ഹോസ്പിറ്റലിൽ ജനിച്ചുകൊണ്ട് ചെയ്യും. പിന്നെ അതുപോലെ മഞ്ഞൻ്റെ 48 മണിക്കൂറായി മഞ്ഞൻ്റെ ടെസ്റ്റ് ചെയ്യും. ചെവിയുടെ ടെസ്റ്റ്, അതുപോലെ ഹിയറിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 3 months മുമ്പ് അത് കണ്ടുപിടിച്ച് എന്താണെന്ന് മനസ്സിലാക്കി 6 മാസത്തിന് മുമ്പ് ട്രീറ്റ്മെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു നോർമൽ ഹിയറിങ്ങും അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാത്ത രീതിയിലോട്ട് നമ്മൾ ഹിയറിങ് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് മെറ്റബോളിക് ഡിസീസസ്, അതായത് ചില അസുഖങ്ങൾ ഹോർമോൺ കുറവുണ്ടാകുന്ന രീതികൾ ചില അസുഖങ്ങൾ, അത് ഗവൺമെൻറ് സൈഡിലാണെങ്കിൽ 4 അസുഖങ്ങളാണ് ചെയ്യുന്നത്. പ്രൈവറ്റിൽ ചില പ്രൈവറ്റിൽ 7 അസുഖങ്ങൾ ചെയ്യും. ചില കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൽ പാരൻസിൻ്റെയും കൂടി സമ്മതത്തോടെ 151 അസുഖങ്ങൾക്കുള്ള നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ്. കോളറുണ്ട്, കോളറിലേക്ക് പോകാം. മോഹന പാലക്കാട് നിന്നും ഡോക്ടറോട് ചോദിക്കാം.
ഹലോ സാർ. മോഹന പറഞ്ഞോളൂ, കേൾക്കാം. എന്റെ മോൾ പ്രസവിച്ചിട്ട് 3 മാസമായിേ. കുട്ടിക്ക് 3 മാസമാണ്. 9ാം മാസത്തിലാണ് പ്രസവിച്ചതേ. ഓക്കെ. അപ്പൊ കുട്ടി ഒരു ഭാഗം തലങ്ങനെ വെച്ച് കിടക്കുക. അപ്പൊ ആ ഭാഗം ഒന്ന് തലങ്ങനെ അമ്മേണ്ടിണ്ട്. അപ്പൊ അതിനെന്താ സാറ് ചെയ്യാ? നമ്മൾ കുട്ടിയുടെ തലയിലുള്ള തലയോട്ടി ഒരു 6 ബോൺസ് ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലമാണ്. അത് ഉറച്ച് വരാത്തതുകൊണ്ടാണ് നമ്മൾ ഒരേ സൈഡിലോട്ട് മാത്രം കിടത്തിയാൽ ആ സൈഡ് പരന്ന് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ കുട്ടീനെ എല്ലാ സൈഡിലോട്ടും മാറ്റി മാറ്റി കിടത്തുക എന്നുള്ളതാണ്. അപ്പം റൈറ്റ് സൈഡിലോട്ട് മാത്രമാണ് കുട്ടി എപ്പോഴും കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ടും കൂടി തിരിച്ച് കിടത്തിയിട്ട് നമ്മൾ കുട്ടീനെ അങ്ങനെയും കിടത്തുക. പറ്റുവാണെങ്കിൽ ഇടയ്ക്ക് കമഴ്ത്തിയും കിടത്തുക. സോ ദാറ്റ് എപ്പോഴും ഒരേ സൈഡിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ആ സൈഡ് പരന്നു പോവുക. നമ്മൾ ഒഴിഞ്ഞു കുളിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത ഒഴിഞ്ഞു കുളിപ്പിക്കുന്നത് കൊണ്ട് ഇതുമായി ഷേപ്പിൽ മാറ്റങ്ങളൊന്നും വരില്ല. നമ്മളിപ്പം സാധാരണ രീതിക്ക് കുളിപ്പിക്കുന്നത് പോലെ എണ്ണ തേച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കുളിപ്പിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. കുട്ടീനെ വേദനയാക്കുന്ന രീതിയിലോട്ടുള്ള ഒഴിഞ്ഞു കുളിപ്പിക്കലൊന്നും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ തലയുടെ ഷേപ്പിൽ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല.